ദേശീയപാത യാഥാർത്ഥ്യമാകുമ്പോൾ സർവീസ് റോഡില്ലാത്തതിനാൽ ഒറ്റപ്പെടുമെന്ന ഭീതിയിൽ എളയാവൂർ നിവാസികൾ 300ഓളം കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ എം.എൽ.എ. ഇടപെട്ടു. നാട്ടുകാരും യോഗം വിളിച്ച സർവീസ് റോഡിനായി ജനകീയ പോരാട്ടത്തിനും തീരുമാനമായി. സർവീസ് റോഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനു മുന്നേ ഇതിൽ സർവീസ് റോഡ് ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അവരത് ക്യാൻസൽ ആക്കിയത്. ദേശീയപാത 66ന്റെ പണി പൂർത്തിയായി വരുമ്പോൾ ഗതാഗത സൗകര്യം മെച്ചപ്പെടുമെന്ന ആശ്വാസത്തിൽ നാട് നിൽക്കുമ്പോൾ കണ്ണൂർ എളയാവൂർ നിവാസികൾക്ക് ഉള്ളിൽ തീയാണ്. സർവീസ് റോഡില്ലാത്തതാണ് പ്രശ്നം. NH 66 തുറക്കുന്നതോടെ ഒരു പ്രദേശമാകെ ഒറ്റപ്പെടും. ഇതിന് പ്രതിവിധി ഒന്നുമാത്രം: സർവീസ് റോഡ്. എളയാവൂർ ജേർണലിസ്റ്റ് കോളനി മുതൽ കിഴുത്തള്ളി വരെ സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രമാണ് ഈ ഒറ്റപ്പെടലിന് ഒരു പരിഹാരമുണ്ടാവുകയെന്ന് നാട്ടുകാർ. ഇവിടെയുള്ള ഏകദേശം ഒരു 200-300 വീട്ടുകാർക്ക് ടൗണുമായിട്ട് ബന്ധപ്പെടാനും ഇതുമായിട്ട് ബാക്കിയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടും ഈ സർവീസ് റോഡ് ആവശ്യമാണ്. പക്ഷേ ഇവർ സർവീസ് റോഡ് കട്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ബൈപ്പാസിന് മുമ്പ് പറയുന്നിട്ടത് വയലിൽ മാത്രമേ സർവീസ് റോഡ് കട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം മൊത്തത്തിൽ ഇത് ഫുള്ളായിട്ട് കട്ടാണ്. അപ്പോൾ അത് സർവീസ് റോഡ് വീണ്ടും നമുക്ക് പുനരുജ്ജീവിച്ച് കിട്ടണം എന്നുള്ളതാണ് നാട്ടുകാരെ ആവശ്യം. പിന്നെ ഇവരെ പണി എന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ 5 കൊല്ലമായി തുടങ്ങിയിട്ട് ഇതുവരെ അതിന് ഒരു ഇതും വന്നിട്ടില്ല. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ഈ പണി തീർത്തിട്ട് സർവീസ് റോഡോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു സംവിധാനം എങ്ങനെയെങ്കിലും ആക്കണം എന്നാണ് നാട്ടുകാരായ നമുക്ക് പറയുന്നത്. അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ എം.എൽ.എ. ഈ വിഷയം ഏറ്റെടുത്തത് പ്രദേശവാസികൾക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷ. സർവീസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്ന് എം.എൽ.എയുടെ ഉറപ്പ്. നമ്മുടെ ശ്രദ്ധയിലൊരു വിഷയം വന്നിട്ട് നമ്മൾ ഇടപെട്ടാൽ നടക്കുമോ എന്ന് ഒരു പരിശ്രമം പോലും നടത്താതെ പിന്മാറുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇവിടെ അന്ന് ഉണ്ടായിരുന്ന ആളുകളായിട്ടൊക്കെ തന്നെ എല്ലാ കക്ഷികളുമായിട്ട് ആളുകളെയൊക്കെ കൂടിയാലോചന നടത്തി. ഇത് നാടിൻ്റെ ഒരു വലിയ ആവശ്യമാണ്. നമ്മളത് നിർമ്മിച്ച് ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായാൽ നമുക്ക് ഇന്ന് അനുഭവിക്കുന്നത്, അപ്പോൾ മേലേച്ചുകരെ ഗതാഗത കുരുക്കിൻ്റെ രൂക്ഷത എത്രമാത്രമാണെന്ന് ഞാൻ പറയേണ്ടതില്ല. റോഡിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങൾ എളുപ്പത്തിൽ പോകേണ്ട ഒരു സൗകര്യം ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് സമ്മർദ്ദം ചെലുത്തിയും ഇടപെട്ടും നമ്മുടെ ആവശ്യം പറഞ്ഞ് അത് പരിഹരിച്ച് നേടിയെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നതിനൊരു കൂട്ടായ്മ, അതിനകത്ത് വേറെ താല്പര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് മുന്നിൽ നിൽക്കുന്നു. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. നമുക്ക് ഏതറ്റം വരെയും പോയോ നോക്കാം. ഇത് നാടിനൊരു ആവശ്യമാണെന്നുള്ളത്. പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി എം.എൽ.എ. നാട്ടുകാരുടെ യോഗവും വിളിച്ചു. പങ്കെടുത്തവരെല്ലാം ആശങ്ക അറിയിക്കുകയും ചെയ്തു. ഈ വിഷയം ഉയർത്തി ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. യോഗത്തിൽ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീജ മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ കെ. വിജന, ഇ. സുനില, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രാജീവൻ എളയാവൂർ, സുരേഷ് ബാബു എളയാവൂർ, പി. മാധവൻ, ഷാഹിന മൊയ്തീൻ, CM ഗോപിനാഥൻ, പി. രാജീവൻ, കെ. ചന്ദ്രൻ, സി. വിനോദ്, കെ. ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രക്ഷോഭം ആരംഭിക്കുന്നതിനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചു. രക്ഷാധികാരിയായി കെ. സുധാകരൻ MP-യെയും ചെയർമാനായി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ MLA-യെയും ജനറൽ കൺവീനറായി C. വിനോദനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.